ഓം നമോ ഭഗവതേ വാസുദേവായ. എല്ലാവർക്കും നമസ്കാരം. SPYSS NYC സംസ്കാര സംഘടന സേവ ഓൺലൈൻ മലയാള യോഗയുടെ ആഭിമുഖ്യത്തിൽ എല്ലാ വ്യാഴാഴ്ച തോറും നടത്തിവരുന്ന ഗീതാ അധ്യയനം 129-ാം ദിവസത്തിലേക്ക് എത്തിയിരിക്കുന്നു. ജൂലൈ 4-ാം തീയതി ആരംഭിച്ച 13-ാം അധ്യായം ക്ഷേത്രജ്ഞ വിഭാഗ യോഗത്തിന്റെ 7 മുതൽ 15 വരെയുള്ള ശ്ലോകങ്ങളുടെ പഠനമാണ് ഇന്ന് നടക്കുന്നത്. ഭക്തിസാന്ദ്രമായ ഈ സന്ധ്യയിൽ ഇതിൽ പങ്കെടുക്കുവാൻ എത്തിയിട്ടുള്ള എല്ലാ യോഗ ബന്ധുക്കളെയും ഞാൻ സഹർഷം സ്വാഗതം ചെയ്യുന്നു. ഇന്നിവിടെ ധ്യാന ശ്ലോകം ചെല്ലുന്നത് ഓമനക്കുട്ടിയക്ക, 1, 2, 3 ശ്ലോകങ്ങളുടെ ചാൻഡിങ് റിവിഷൻ ചെയ്യുന്ന വനജ അക്ക, 4, 5, 6 ശ്ലോകങ്ങളുടെ റിവിഷൻ ചെയ്യുന്ന ഗൗരി അക്ക. ഇന്നിവിടെ ശ്ലോകങ്ങളുടെ ചാൻഡിങ് ഗൈഡൻസ് നൽകുന്നത് രമ അക്കയാണ്. 7, 8, 9 ശ്ലോകങ്ങൾ റിപ്പീറ്റ് ചെയ്യുന്നത് ഓമന CK അക്ക, 10, 11, 12 ശ്ലോകങ്ങൾ റിപ്പീറ്റ് ചെയ്യുന്ന അഖില നായർ അക്ക, 13, 14, 5 ശ്ലോകങ്ങൾ റിപ്പീറ്റ് ചെയ്യുന്നത് ഗൗരിയാർ അക്കയുമാണ്. വിശദീകരണം നൽകുന്നത് 7, 8, 9 ശ്ലോകങ്ങളുടെ പ്രജീത് അക്കയും 10, 11, 12 ശ്ലോകങ്ങൾ EV നായർ അണ്ണനും 13 മുതൽ 15 വരെയുള്ള ശ്ലോകങ്ങൾ രാജമ്മ അക്കയുമാണ്. ബാക്കപ്പിൽ ചാൻഡിങ്ങിന് റിവിഷനുമായി സരോജിനി അക്കയുമാണ് എത്തിയിട്ടുള്ളത്. എല്ലാവരെയും ഞാൻ ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ആദ്യമായി ധ്യാന ശ്ലോകം ചെല്ലുവാൻ ഓമനക്കുട്ടിയക്കയെ ക്ഷണിച്ചു. ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം ശ്രീ പരമാത്മനേ നമഃ. ഓം പാർത്ഥായ പ്രതിബോധിതാം ഭഗവതാ നാരായണേന സ്വയം വ്യാസേന ഗ്രഥിതാം പുരാണമുനിനാം മധ്യേ മഹാഭാരതം അദ്വൈതാമൃതവർഷിണീം ഭഗവതീം അഷ്ടാദശാധ്യായിനീം അംബ ത്വാമനുസന്ദധാമി ഭഗവദ്ഗീതേ ഭവദ്വേഷിണീം. നമസ്തുതേ വ്യാസവിശാലബുദ്ധേ പുല്ലാരവിന്ദായത പത്രനേത്ര യേന ത്വയാ ഭാരതതൈലപൂർണഃ പ്രജ്വാലിതോ ജ്ഞാനമയ പ്രദീപഃ. പ്രസന്ന പാരിജാതായ സ്തോത്രവൈത്രൈകപാണയേ ജ്ഞാനമുദ്രായ കൃഷ്ണായ ഗീതാമൃതദുഹേ നമഃ. സർവോപനിഷദോ ഗാവോ ദോക്താ ഗോപാലനന്ദനഃ പാർത്ഥോ വത്സ സുധീർഭോക്ത ദോക്തം ഗീതാമൃതം മഹത്. വസുദേവസുതം ദേവം കംസചാണൂരമർദ്ദനം ദേവകീ പരമാനന്ദം കൃഷ്ണം വന്ദേ ജഗദ്ഗുരും. ഭീഷ്മദ്രോണതടാ ജയദ്രഥജല ഗാന്ധാരനീലോപല ശല്യഗ്രഹവതീ കൃപേണ വഹനീ കർണേന വേലാകുല. അശ്വത്ഥാമാ വികർണഘോരമകര ദുര്യോധനാവർത്തിനി സോത്തീർണ ഖലു പാണ്ഡവൈ രണനദീ കൈവർത്തക കേശവഃ. പരാശര്യവജ സരോജമമലം ഗീതാർത്ഥഗന്ധോത്കടം നാനാഖ്യാനകേശവം ഹരികഥ സംബോധനാമോദിതം. ലോകേ സഞ്ജന ഷഡ്പദൈരഹരഃ പേബീയമാനം മുദാ പോയാത് ഭാരത പങ്കജം കലിമല പ്രധ്വംസിന ശ്രേയസേ. മൂകം കരോതി വാചാലം
പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. യം ബ്രഹ്മ വരുണേന്ദ്രരുദ്രമരുത സ്തന്നന്തി ദിവൈസ്തവൈർ വേദൈർ സാംഗപദക്രമോപനിഷദൈർ ഗായന്തി യം സാമഗാ. ധ്യാനാവസ്ഥിത തദ്ഗതേന മനസാ പശ്യന്തി യം യോഗിനോ യസ്യാന്തം ന വിദോ സുരാസുരഗണ ദേവായ തസ്മൈ നമഃ. ദേവായ തസ്മൈ നമഃ. ദേവായ തസ്മൈ നമഃ. ഹരി ഓം. അടുത്തതായി ചാൻഡിങ് റിവിഷൻ ചെയ്യുന്നതിനായി 1, 2, 3 ശ്ലോകങ്ങൾക്ക് വനജ അക്കയെയും 4, 5, 6 ശ്ലോകങ്ങൾക്ക് ഗൗരി ദേവി അക്കയെയും ക്ഷണിക്കുന്നു. ഹരി ഓം. ഹരി ഓം. ഓം ശ്രീ പരമാത്മനേ നമഃ. ശ്രീമദ്ഭഗവദ്ഗീത അഥ ത്രയോദശോऽധ്യായഃ. ശ്രീഭഗവാനുവാച ഇദം ശരീരം കൗന്തേയ ക്ഷേത്രമിത്യഭിധീയത്തെ ഏതദ്യോ വേത്തി തം പ്രാഹു ക്ഷേത്രജ്ഞ ഇതി തദ്വിദഃ. ക്ഷേത്രജ്ഞം ചാപി മാം വിദ്ധി സർവക്ഷേത്രേഷു ഭാരത. ക്ഷേത്രം ക്ഷേത്രജ്ഞയോർജ്ഞാനേ യത്തജ്ഞാനം മദം മമ. തച്ഛേത്രയ്യച്ഛ യാദൃക്ച യദ്വികാരി യതശ്ച യത് സചയോ യത്പ്രഭാവശ്ച തത്സമാസേന മേ ശൃണു. ഋഷിഭിർബുധാ ഗീതം ഛന്ദോഭിർവിവിധൈ പൃഥക് ബ്രഹ്മസൂത്രപദൈശ്ചൈവ ഹേതുമദ്ഭിർവിനിശ്ചിതൈഃ. മഹാഭൂതാന്യഹങ്കാരഃ ബുദ്ധിരവ്യക്തമേവ ച ഇന്ദ്രിയാണി ദശൈകം ച പഞ്ചചേന്ദ്രിയഗോചരാഃ. ഇച്ഛാ ദ്വേഷ സുഖം ദുഃഖം സംഘാതശ്ചേതനാധൃതിഃ. ഏതച്ഛേത്രം സമാസേന സവികാരമുദാഹൃതം. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം അക്ക. അടുത്തതായി ചാൻഡിങ് ഗൈഡൻസിനായി രമാക്കയെയും 7, 8, 9 ശ്ലോകങ്ങൾ റിപ്പീറ്റ് ചെയ്യുവാൻ ഓമന സി.കെ. അക്കയെയും വിശദീകരണം നൽകുവാൻ ശ്രീജിത്ത് അക്കയെയും ക്ഷണിക്കുന്നു. ഹരി ഓം. ഓം ശ്രീ പരമാത്മനേ നമഃ. ശ്രീമദ് ഭഗവദ്ഗീത ത്രയോദശോऽധ്യായഃ. ക്ഷേത്രജ്ഞ വിഭാഗയോഗഃ. 8ാമത്തെ ശ്ലോകം. അമാനിത്വമദംഭിത്വം അഹിംസാ ക്ഷാന്തിരാർജവം. അമാനിത്വമദംഭിത്വം അഹിംസാ ക്ഷാന്തിരാർജവം. ആചാര്യോപാസനം ശൗചം സ്ഥൈര്യമത്മവിനിഗ്രഹഃ. ആചാര്യോപാസനം ശൗചം സ്ഥൈര്യമത്മവിനിഗ്രഹഃ. അമാനിത്വമദംഭിത്വമഹിംസാ ക്ഷാന്തിരാർജവം. ആചാര്യോപാസനം ശൗചം സ്ഥൈര്യമത്മവിനിഗ്രഹഃ. അമാനിത്വമദംഭിത്വം അഹിംസാ ക്ഷാന്തിരാർജവം. ആചാര്യോപാസനം ശൗചം സ്ഥൈര്യമത്മവിനിഗ്രഹഃ. അടുത്തതായി ശ്ലോകം 9 നോക്കാം. അക്ക 7 ചൊല്ലിയോ?
ഇന്ദ്രിയാർത്ഥേഷു വൈരാഗ്യം അനഹങ്കാര ഏവ ച ജന്മ മൃത്യുജരാ വ്യാധി ദുഃഖദോഷാനുദർശനം. ഇന്ദ്രിയാർത്ഥേഷു വൈരാഗ്യം അനഹങ്കാര ഏവ ച ജന്മ മൃത്യുജരാ വ്യാധി ദുഃഖദോഷാനുദർശനം. ഇന്ദ്രിയാർത്ഥേഷു വൈരാഗ്യം അനഹങ്കാര ഏവ ച ജന്മ മൃത്യുജരാ വ്യാധി ദുഃഖദോഷാനുദർശനം. ഇന്ദ്രിയാർത്ഥേഷു വൈരാഗ്യം അനഹങ്കാര ഏവ ച ജന്മ മൃത്യുജരാ വ്യാധി ദുഃഖദോഷാനുദർശനം. അസക്തിരനഭിഷ്വംഗഃ പുത്രധാരാഗൃഹാദിഷു ആസക്തിരഭിനശ്വംഗ പുത്രധാരഗൃഹാദിഷു നിത്യം ച സമചിത്തത്വം ഇഷ്ടാനിഷ്ടോപപത്തിഷു. നിത്യം ച സമചിത്തത്വം ഇഷ്ടാനിഷ്ടോപപത്തിഷു. അസക്തിരനഭിഷ്വംഗഃ പുത്രധാരഗൃഹാദിഷു നിത്യം ച സമചിത്തത്വം ഇഷ്ടാനിഷ്ടോപപത്തിഷു. അസക്തിരനഭിഷ്വംഗഃ പുത്രധാരഗൃഹാദിഷു നിത്യം ച സമചിത്തത്വം ഇഷ്ടാനിഷ്ടോപപത്തിഷു. അടുത്തതായി നമുക്ക് വ്യാഖ്യാനം ശ്രവിക്കാം. ഹരി ഓം അക്ക. ഹരി ഓം. ഇവിടെ ക്ഷേത്രജ്ഞനെ അറിയുവാനുള്ള വഴി, അതിനെ പറ്റിയിട്ടാണ് ഭഗവാൻ പറയുന്നത്. ക്ഷേത്രത്തിനെ അറിയാൻ എന്തെല്ലാം ഗുണങ്ങളാണ് നമുക്ക് വേണ്ടത്, അതിനെ പറ്റിയിട്ടാണ് 7ാമത്തെ ശ്ലോകത്തിൽ പറയുകയാണ്. 9 കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒന്ന് അമാനിത്വം, അദംഭിത്വം, അഹിംസ, ശാന്തി, ആർജവം, ആചാര ഉപാസന, ശൗച്യം, സ്ഥൈര്യം, ആത്മവിനിഗ്രഹ. ഈ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലാണ് നമുക്ക് ക്ഷേത്രജ്ഞനെ മനസ്സിലാക്കാൻ കഴിയുന്നത് എന്നാണ് ഭഗവാൻ പറയുന്നത്. ഈ അമാനിത്വം, ഒന്നാമത്തെ അമാനിത്വം ഇല്ലായ്മയാണ് പല പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മളെ കുറിച്ച് തന്നെ നമ്മൾ വിചാരിക്കുന്നു, അതെ ഞാൻ ഇന്ന കുലത്തിൽ ജനിച്ചതാണ്, എന്റെ കുടുംബം ഇങ്ങനെയുള്ളതാണ്, എന്റെ ജാതി ഇതാണ്, അപ്പോ ഞാൻ ഇന്ന് ജോലി ചെയ്യുന്നു എന്നുള്ള ആ ബോധം, ഒരു അഹങ്കാര ബോധം, ഒരു അഭിമാന ബോധം, ഒരു വിനയമില്ലായ്മ, അതാണ് അമാനിത്വം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ ഇല്ലാതെ കൊണ്ട് ഒരു വലിയ ബോധത്തോടെ ഇല്ലാതെ നമ്മൾ സംസാരിക്കുകയും പെരുമാറുകയും കഴിഞ്ഞാൽ നമുക്ക് ക്ഷേത്രജ്ഞനെ ഒരിക്കലും മനസ്സിലാക്കാൻ സാധിക്കുകയില്ല എന്നാണ് പറയുന്നത്. അപ്പൊ നമ്മുടെ ശരീരത്തിൽ ഒന്നും ഇന്ന ജാതിയിലാണോ, ഇന്ന കുലത്തിലാണോ, ഇന്ന വർഗത്തിലാണോ ഇന്നും അവിടെ എഴുതി വെക്കുന്നില്ല. ഇതൊക്കെ നമ്മുടെ മനസ്സിന്റെ ഭ്രമമാണ്. നമ്മൾ മനസ്സിനുണ്ടാകുന്ന ഭ്രമത്തിൽ നിന്നാണ് ഇതൊക്കെ വരുന്നത്. അപ്പോൾ ആ ബോധം നമ്മൾ ഉണ്ടാക്കിക്കൊണ്ട് മുന്നോട്ട് പോകണം. ആ മാനസിക ബോധത്തോടെ നമുക്ക് മുമ്പോട്ട് പോകാൻ കഴിഞ്ഞാൽ നമുക്ക് ക്ഷേത്രജ്ഞൻ ആരാണെന്ന് മനസ്സിലാക്കാൻ പറ്റുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ ഈശ്വരനെ മനസ്സിലാക്കാൻ സാധിക്കാത്തത്, മാറിക്കൊണ്ടിരിക്കുന്ന ഈ ലോകത്ത് മാറ്റമില്ലാതിരിക്കുന്ന ആൾ ഒരാൾ മാത്രമേ ഉള്ളൂ, അത് ഭഗവാൻ മാത്രമാണ്. ആ ഭഗവാനെ മനസ്സിലാക്കാനുള്ള അമാനിത്വത്തോടു കൂടി മുന്നോട്ട് പോകുക എന്നാണ് പറയുന്നത്. വേറൊന്ന് അദംഭിത്വമാണ്. അത് പരിശീലിക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. അദംഭിത്വം, അതായത് അദംഭിത്വം ഇല്ലാതാക്കണം. അഹങ്കാരം ഇല്ലാതാക്കാനാണ് പറയുന്നത്. എന്റെ കഴിവ് കൊണ്ടാണ് എല്ലാം നടക്കുന്നത്, അല്ലെ, ഞാനില്ലെങ്കിൽ ഇവിടെ ഒന്നും നടക്കുകയില്ല എന്നുള്ളൊരു അഹങ്കാര ബോധം. ഈ കഴിവൊക്കെ നമുക്ക് തന്നത്, നമ്മുടെ ഈ കഴിവൊക്കെ നമ്മൾ ക്ഷേത്രമാക്കുന്ന ഈ ശരീരത്തിൽ നമുക്ക് ഒഴിച്ചു തരുന്നത് ഭഗവാൻ എന്നൊരു ശക്തിയാണ്. ഇത് നമ്മുടെ ക്രെഡിറ്റ് ഒന്നുമില്ല, അതൊക്കെ ഭഗവാൻ നമുക്ക് തന്നതാണ് എന്ന ബോധത്തോടു കൂടി മുമ്പോട്ട് പോവുക. വേറൊന്ന് പറയുന്നത് അഹിംസയാണ്. അത് വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും ആരെയും ഉപദ്രവിക്കാതിരിക്കുക, ഹിംസാത്മകമായി പെരുമാറാതിരിക്കുക. അങ്ങനെ ചെയ്യുന്നവർക്ക് ക്ഷേത്രജ്ഞനെ വേണ്ടത് മനസ്സിലാക്കുവാൻ സാധിക്കും. പലപ്പോഴും നമ്മൾ പറയാറുണ്ടല്ലേ, മുമ്പുള്ള പൂർവ്വജന്മത്തിൽ നമ്മൾ ചെയ്ത കർമ്മങ്ങളുടെ ഫലങ്ങൾ നമ്മൾ അനുഭവിച്ചേ മതിയാവുകയുള്ളൂ. അതായത് ഒരു ബ്രാഹ്മണനും ബ്രാഹ്മണ പത്നിയും
നല്ല സാധനങ്ങൾ ചെയ്ത ആധ്യാത്മിക സാധനങ്ങളും ചെയ്യുന്ന നല്ലൊരു ബ്രാഹ്മണനായിരുന്നു അദ്ദേഹം. ഒരു ഉച്ച സമയത്ത് ഭാര്യ ഭക്ഷണമൊക്കെ ഉണ്ടാക്കിയിട്ട് ഭക്ഷണം കഴിക്കാൻ ഇങ്ങനെ തുടങ്ങുന്ന സമയത്ത് അവർ രണ്ടുപേരും മാത്രമേ വീട്ടിലുള്ളൂ, മക്കളൊന്നുമില്ല അവർക്ക്. അപ്പൊ രണ്ടുപേർക്കുള്ള ഭക്ഷണം മാത്രമേ അവിടെ ഉണ്ടാക്കിയിരുന്നുള്ളൂ. ആ സമയത്ത് അപ്രതീക്ഷിതമായി ഒരു അതിഥി അവിടെ കടന്നു വരികയാണ്. അതിഥി വന്നപ്പോൾ അതിഥി അവർ സ്വീകരിച്ചുരുത്തി ഉള്ളിലിരുത്തി. ഭക്ഷണത്തിന് സമയമായി, അതുകൊണ്ട് അവർക്കും ഭക്ഷണം കൊടുക്കാമെന്ന് വിചാരിച്ചു. പക്ഷെ നോക്കുമ്പോഴേക്ക് രണ്ടുപേർക്കുള്ള ഭക്ഷണമേ ഉള്ളൂ. അതുകൊണ്ട് അവർ രണ്ടുപേർക്കുള്ള ഭക്ഷണം 3 അവർ വീതിക്കുകയാണ് ചെയ്യുന്നത്. അതിഥിക്ക് കൊടുക്കണമല്ലോ. അങ്ങനെ അത് 3 പ്ലേറ്റുകളായിട്ട് അവിടെ ഇങ്ങനെ വിളമ്പി വെച്ച സമയത്ത് അതിഥിയോട് കൈകൊക്കെ കഴുകി വരാൻ ആവശ്യപ്പെട്ട് അദ്ദേഹം അത് കൈ കഴുകാൻ പോയപ്പോഴേക്ക് ഇദ്ദേഹം കാണുകയാണ് ആ ഒരു പ്ലേറ്റിൽ ഒരു അട്ട വീണ് കിടക്കുന്നത്. എങ്ങനെ അറിയാതെയോ ആ പാത്രത്തിലേക്ക് വീണതാണത്. തേരട്ട, ഈ തീവണ്ടി പോലത്തെ ഒരു സാധനങ്ങൾ. അത് സാമ്പാറിലൊക്കെ വീണാൽ പെട്ടെന്ന് മനസ്സിലാവുകയില്ല, അതേ കളറായിരിക്കും അതിന്. അപ്പോൾ ഇദ്ദേഹം അത് കണ്ടു, ആ ബ്രാഹ്മണൻ അത് കണ്ടു. ഭാര്യ അറിഞ്ഞില്ല സംഭവമൊന്നും. അതേ ആട്ടയെ അതിൽ നിന്ന് എടുത്തു മാറ്റിയിട്ട് ഇദ്ദേഹത്തിന് അത് കഴിക്കാൻ ബുദ്ധിമുട്ടായി തോന്നി. അദ്ദേഹം കണ്ട കാര്യമാണല്ലോ. അതുകൊണ്ട് ആ അട്ട വീണ ചോറ് ആ അതിഥിക്ക് കൊടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ ആ അതിഥി അത് വളരെ സന്തോഷത്തോടുകൂടി ടേസ്റ്റോടുകൂടി അദ്ദേഹം കഴിക്കുകയും ചെയ്തു. പക്ഷെ ഇദ്ദേഹത്തിന്റെ ഉള്ളിൽ ആ ഒരു കുറ്റബോധം അങ്ങനെ തന്നെ കിടക്കുകയും ചെയ്തു. ഇതൊക്കെ മുകളിൽ നിന്ന് ഒരാൾ കാണുന്നുണ്ടായിരുന്നു. ഭഗവാൻ ഇതൊക്കെ നോട്ട് ചെയ്ത് വെച്ചു. അങ്ങനെ ആ പാപം അദ്ദേഹം ചുമക്കാൻ അദ്ദേഹം തയ്യാറായി. അദ്ദേഹത്തിന് ആ അട്ടയ്ക്ക് എത്ര കാലുകൾ ഉണ്ടായിരുന്നു, അത്രത്തോളം ദുരിതങ്ങൾ അദ്ദേഹത്തെ ജീവിതത്തിൽ അനുഭവിക്കാൻ വേണ്ടി അദ്ദേഹത്തിന് ഒരു ശാപം കൊടുക്കുകയും ചെയ്തു. അപ്പൊ നമ്മൾ പൂർവ്വജന്മത്തിൽ ചെയ്ത ആ കർമ്മങ്ങളുടെ ഫലമാണ് നമ്മൾ അനുഭവിച്ചു കൊണ്ടേയിരിക്കുന്നത്. അത് ശാന്തിയാണ്. ശാന്തി എന്ന് പറഞ്ഞാൽ ക്ഷമയാണ്. എല്ലാത്തിനും, ഏത് കാര്യങ്ങളായതിനും ക്ഷമയോടുകൂടി ക്ഷമിക്കാനുള്ള ഒരു തെറ്റ് ചെയ്തവരോടും എല്ലാവരോടും, ശത്രുക്കളോടും അല്ലെ ഒരു ക്ഷമാഗുണം നമുക്ക് ചെയ്യാൻ കഴിഞ്ഞാൽ അങ്ങനെയുള്ളവർക്കും ക്ഷേത്രജ്ഞനെ മനസ്സിലാക്കാൻ കഴിയുമെന്നാണ് പറയുന്നത്. പ്രഹ്ലാദന്റെ കാര്യം തന്നെ നോക്കാം. അദ്ദേഹത്തിന്റെ പിതാവ് അദ്ദേഹത്തിന് ഒരുപാട് ദ്രോഹിച്ചു. പക്ഷെ എന്നിട്ടും അദ്ദേഹം ക്ഷമിച്ചോടുകൊണ്ടാണ് മുന്നോട്ട് പോയത്. അടുത്തത് ആർജവമാണ്. ആർജവം സത്യസന്ധമായ കാര്യങ്ങൾ പറയുക, അല്ലെ? സത്യം, ഒരു സത്യം നമുക്ക് ഒരു പ്രാവശ്യം പറഞ്ഞാൽ മതി. പക്ഷെ ഒരു കള്ളം പറയുകയാണെങ്കിൽ നമുക്ക് 10 കള്ളങ്ങൾ, അല്ലെ, ഇങ്ങനെ ഇതാക്കാൻ വേണ്ടിയിട്ട് ഒരു കളവിനെ നികത്താൻ വേണ്ടിയിട്ട് അടുത്ത കളവ്, അങ്ങനെ 10 കള്ളങ്ങൾ നമുക്ക് ജീവിതത്തിൽ പറയേണ്ടതായിട്ട് വരും. പക്ഷെ സത്യം ഒരു തവണ മാത്രമേ നമുക്ക് പറയേണ്ടി വരികയുള്ളൂ. അപ്പോൾ ഇങ്ങനെയുള്ള ഗുണങ്ങളാണ്. അടുത്തത് ആചാര്യ ഉപാസനയാണ്. ആചാര്യന്റെ ഒരു സാന്നിധ്യം, ഒരു ഗുരുവിന്റെ സാന്നിധ്യത്തോടു കൂടി, അദ്ദേഹത്തിന്റെ ഉപദേശങ്ങളോടുകൂടി മുന്നോട്ട് പോവുക. നല്ലൊരു ഗുരുക്കന്മാരുടെ കുറവുകളാണ് നമുക്ക് പലപ്പോഴും പല പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നത്, അല്ലെ? പലതും പഠിക്കുവാനും നമുക്ക് സ്വയം ഒന്നും പഠിച്ചെടുക്കാൻ ഒരിക്കലും സാധിക്കുകയില്ല. നല്ല ഗുരുവിന്റെ ഉപദേശത്തോടു കൂടിയും അദ്ദേഹത്തിന്റെ അഭിപ്രായത്തോടും കൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഒരു ക്ഷേത്രത്തിനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമെന്നാണ് പറയുന്നത്. ഇന്ന് ശൗച്യമാണ്. ശൗച്യം ശുദ്ധി, അല്ലെ? നമ്മൾ ശാരീരികമായ ശുദ്ധി, ബാഹ്യമായ ശുദ്ധി നമുക്ക് കുളിച്ചിട്ടും കൈ കഴുകിയിട്ടും ഒക്കെ ഉണ്ടാക്കാൻ കഴിയും. പക്ഷെ ഹൃദയത്തിന്റെ ശുദ്ധി ഉണ്ടാക്കണമെങ്കിൽ നാമസങ്കീർത്തനങ്ങളുടെയും ഭജനകളുടെയും മാത്രമേ നമുക്ക് സാധിക്കുകയുള്ളൂ. വേറൊന്ന് സ്ഥൈര്യമാണ്. സ്ഥിരമായ ഒരു മനസ്സ് ഉണ്ടാക്കിയെടുക്കുക. അങ്ങോട്ടും ഇങ്ങോട്ടും ചഞ്ചലമാകാത്തൊരു മനസ്സ്, അങ്ങനെ സ്ഥിരമായ മനസ്സ് ഉണ്ടാക്കിയെടുക്കാം. അടുത്തത് ആത്മവിനിഗ്രഹമാണ്. മനസ്സിനെ നിയന്ത്രിച്ച് മുന്നോട്ട് പോവുക. ഏത് പ്രതികൂലമായ സാഹചര്യങ്ങൾ വന്നാലും അനുകൂലമായാലും പ്രതികൂലമായ മനസ്സിനെ കൺട്രോളാക്കാൻ ശ്രമിക്കുക. ഇങ്ങനെയുള്ള ഈ 9 കാര്യങ്ങളാണ് ഒരു ക്ഷേത്രത്തിനെ മനസ്സിലാക്കാനുള്ള കാര്യങ്ങളായിട്ട് ഈ 7ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. അടുത്താമത്തത് 8ാമത്തെ ശ്ലോകമാണ്. അത് ഇന്ദ്രിയാർത്ഥേഷു നാം തുടങ്ങുന്നത്. ജ്ഞാനേന്ദ്രിയങ്ങൾ കൊണ്ട് കർമ്മേന്ദ്രിയങ്ങൾ കൊണ്ട് നമ്മൾ ഈ ലോകത്തെ അനുഭവിക്കുകയാണല്ലേ. അത് ക്രമേണ ആ ലൗകിക സുഖങ്ങള് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ക്രമേണ കുറച്ചു കൊണ്ടുവരിക, വൈരാഗ്യം ഉണ്ടാക്കുക, അല്ലെ? അഹങ്കാരമില്ലായ്മയോടെ, ദുരഹങ്കാരമില്ലായ്മയോടെ മുന്നോട്ട് പോകുക. നമുക്ക് ജന്മമൃത്യു, ജരാവ്യാധി, ദുഃഖങ്ങളും ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് ജനനങ്ങൾ, മരണങ്ങള്, രോഗങ്ങള് എന്നൊക്കെ ഉണ്ടാവും നമ്മുടെ ജീവിതത്തിൽ. ദുഃഖത്തെയും ദോഷത്തെയും പറ്റി തീവ്രമായ ഒരു പുനരാലോചന ഇപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു. അതൊക്കെ കുറച്ച് വരും. ബന്ധുക്കളോടുള്ള അടുപ്പങ്ങള്, അതൊക്കെ ഒരു അറ്റാച്ച്മെന്റ്, അത് ക്രമേണ കുറച്ച് കൊണ്ടുവരിക. മരണം എന്നത് നമുക്ക് നമ്മുടെ കൂടെ തന്നെയുണ്ട്. അത് എപ്പോഴും സംഭവിക്കുക, എന്നല്ലെങ്കിൽ നാളെ സംഭവിക്കുക. അത് എനിക്ക് മരണമേ ഇല്ല, രോഗമേ വരുമേ ഇല്ല എന്നൊരു ആത്മവിശ്വാസത്തോടെ ഒരിക്കലും നമ്മൾ മുന്നോട്ട് പോകാൻ പാടില്ല. ഇതെല്ലാം നമുക്ക് ഇന്നല്ലെങ്കിൽ നാളെ സംഭവിക്കാനുള്ളതാണ്.
എന്നുള്ള ഒരു വിശ്വാസത്തോടു കൂടി മുന്നോട്ടേക്ക് പോകുക. അതുപോലെ തന്നെ ജനനം എന്ന് പറയുന്നത്, ജനനം ഒരു വലിയൊരു പ്രക്രിയയാണ് അല്ലെ. ഒരു കുഞ്ഞ് ഒരു ഗർഭപാത്രം ഒരുപാട് കഷ്ടതകൾ അനുഭവിച്ചിട്ടാണ് അത് അവിടെ വളരുന്നത്. ഒരുപാട് ദുരിതങ്ങൾ അത് അനുഭവിക്കുന്നുണ്ട് എന്ന് ഭാഗവതത്തിലൊക്കെ പറയുന്നുണ്ട്. അങ്ങനെയുള്ള അതുപോലെ തന്നെ രോഗങ്ങൾ, ഒരുപാട് രോഗങ്ങളും അതുപോലെ തന്നെ ഇതൊക്കെ നമുക്ക് ജീവിതത്തിലേക്ക് കടന്നു വരിക, അതിനെയൊക്കെ നമുക്ക് സമചിത്തത്തോടുകൂടിയും മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് കഴിയണമെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഭാര്യ മക്കളോടും സ്വഗൃഹത്തോടുമുള്ള കൂടുതലുള്ള ആ അറ്റാച്ച്മെന്റിനെ അത് നിർത്തുക. അതായത് അതൊക്കെ നമുക്ക് ഒരു കാലഘട്ടം നമുക്ക് എന്നും അവർ നമ്മുടെ കൂടെ ഉണ്ടാവുകയില്ല. ഒരു സമയത്ത് ഇവർക്ക് നമുക്ക് അവരെ ആശ്രയിച്ച് പോയി കഴിഞ്ഞു. ഇപ്പൊ ഭർത്താവ് ഭാര്യയെ ആശ്രയിച്ച് മുന്നോട്ട് പോകണമെങ്കിൽ ഭർത്താവ് വിചാരിക്കുകയാണ് എന്നും എന്നെ സംരക്ഷിക്കാൻ ഭാര്യയുണ്ട്, ഭാര്യയാണ് എനിക്കുള്ള ഏക ആശ്രയം എന്ന് വിചാരിച്ച് മുന്നോട്ട് പോയാൽ ആദ്യം ഭാര്യയാണ് പോകുന്നതെങ്കിലോ ഭർത്താവിന്റെ ചിന്തകളെല്ലാം താറുമാറായി പോകും. അപ്പോൾ ഒരാളിൽ തന്നെ നമുക്ക് ഒരാളിൽ തന്നെ ഒരു പൂർണ്ണമാത ഉണ്ടെങ്കിൽ, ഭഗവാൻ പറയുകയാണ് ഒരാളിൽ തന്നെ പൂർണ്ണമായ ഒന്നുണ്ടെങ്കിൽ തന്റെ ഗൃഹത്തെ അദ്ദേഹത്തിന് തികച്ചും സന്തോഷകരമായി ഭരിതമാക്കാമെന്നാണ് ഇവിടെ പറയുന്നത്. അതുപോലെ തന്നെ 9ാമത്തെ ശ്ലോകത്തിൽ പറയുകയാണ്, നമ്മുടെ ശരീരം എല്ലാറ്റിൽ നിന്നും അല്ലെ, നമ്മുടെ ശരീരം നമ്മുടേത് സ്വന്തമാണ് അല്ലെ. അപ്പോൾ സ്ത്രീയായാലും പുരുഷൻ സ്വന്തം കാലിൽ നിൽക്കാനുള്ള ഒരു പ്രാപ്തി എന്നും ധൈര്യത്തോടു കൂടി ജീവിച്ചുകൊണ്ട് നിങ്ങൾക്ക് എല്ലാം ചെയ്യാൻ കഴിയും. എല്ലാം ഭഗവാനിൽ മാത്രം ആശ്രയിക്കുക, എല്ലാം ഭഗവാനിൽ ആശ്രയിച്ചുകൊണ്ട് മുന്നോട്ട് പോകുക എന്നാണ് പറയുന്നത്. ഇഷ്ടമുള്ളത് സംഭവിച്ചാലും അനിഷ്ടമുള്ളത് സംഭവിച്ചാലും അതിലൊക്കെ സമചിത്തത്തോടെ നിലകൊള്ളുക എന്നതാണ് ഇവിടെ 9ാമത്തെ ശ്ലോകത്തിലേക്ക് പറയുന്നത്. ഹരിയോം. ഹരിയോം അക്ക. അടുത്തതായി 10, 11, 12 ശ്ലോകങ്ങളുടെ റിപ്പീറ്റേഷൻ ചെയ്യുവാൻ അഖിലാക്കിയെയും വിശദീകരണത്തിനായി EV അണ്ണനെയും ക്ഷണിക്കുന്നു. ഹരിയോം. ശ്ലോകം 10. മയി ച അനന്യയോഗേന ഭക്തിരവ്യഭിചാരിണി. മയി ചാനന്യയോഗേന ഭക്തിരവ്യഭിചാരിണി. വിവിക്തദേശസേവിത്വം അരതിർജന സംസദിഹി. വിവിക്തദേശസേവിത്വം അരതിർജന സംസദിഹി. മയി ചാനന്യയോഗേന ഭക്തിരവ്യഭിചാരിണി. വിവിക്തദേശസേവിത്വമരതിർജന സംസദി. മയി ചാനന്യയോഗേന ഭക്തിരവ്യഭിചാരിണി. വിവിക്തദേശസേവിത്വം അരതിർജന സംസദി. അടുത്തത് ശ്ലോകം 11. അധ്യാത്മജ്ഞാന നിത്യത്വം തത്വജ്ഞാനാർത്ഥദർശനം. അധ്യാത്മജ്ഞാന നിത്യത്വം തത്വജ്ഞാനാർത്ഥദർശനം. ഏതജ്ഞാനമിതി പ്രോക്തം ജ്ഞാനം യതതതോന്യത. ഏതജ്ഞാനമിതി പ്രോക്തം ജ്ഞാനം യതതോന്യത. അധ്യാത്മജ്ഞാന നിത്യത്വം തത്വജ്ഞാനാർത്ഥദർശനം. ഏതജ്ഞാനമിതി പ്രോക്തം അജ്ഞാനം യതതോന്യത. അധ്യാത്മജ്ഞാന നിത്യത്വം തത്വജ്ഞാനാർത്ഥദർശനം. ഏതജ്ഞാനമിതി പ്രോക്തം അജ്ഞാനം യതതോന്യത. ശ്ലോകം 12. ജ്ഞേയം യത്തത് പ്രവക്ഷ്യാമി യജ്ഞാത്വാമൃതമശ്നുതേ. ജ്ഞേയം യത്തത് പ്രവക്ഷ്യാമി യജ്ഞാത്വാമൃതമശ്നുതേ. അനാദിമത് പരം ബ്രഹ്മ ന സത്തന്നാസദുച്യത്തെ. അനാദിമത് ബ്രഹ്മ ന
यत्तन्नासदुच्यते ज्ञेयं यत् सत् प्रवक्ष्यामि यज्ञात्वामृतमश्नुते अनादिमत्परं ब्रह्म न सत्तन्नासमुच्यते ज्ञेयं यत्तत् प्रवक्ष्यामि यज्ञात्वामृतमश्नुते अनादिमत्परं ब्रह्म न तत्सन्नासदुच्यते അടുത്തതായി നമുക്ക് വ്യാഖ്യാനം ശ്രവിക്കാം. ഹരി ഓം. നമുക്ക് ഇന്നിപ്പോ 10, 11, 12 ഈ 3 ശ്ലോകങ്ങൾ നേരത്തെ പ്രജിതാക്ക പറഞ്ഞ കാര്യങ്ങളുടെ തുടർച്ചയായിട്ട് വേണം നമ്മൾ കാണാൻ. ഇവിടെ കുറെ ഗുണങ്ങളെ പറ്റിയിട്ട് പറയുന്നു. ഒരാൾക്ക് ഉണ്ടായിരിക്കേണ്ട കുറെ ഗുണങ്ങളെ പറ്റിയിട്ടാണ് ഭഗവാൻ പറയുന്നത്. എന്താണ് ആ ഗുണങ്ങൾ? ആ ഗുണങ്ങൾ കൊണ്ടുള്ള പ്രത്യേകത എന്താണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഗുണങ്ങളെ പറ്റി അറിയുന്നതാണ് ജ്ഞാനം. നമ്മൾക്ക് ഉണ്ടാകുന്ന ജ്ഞാനം കൊണ്ട് ഈ ഗുണങ്ങൾ ഉണ്ടാകും, അല്ലെങ്കിൽ ആ ഗുണങ്ങൾ ഉള്ളവർക്ക് ആ ജ്ഞാനം ഉണ്ടാകും. ഈ ജ്ഞാനം കൊണ്ട് എന്താണ് നമുക്ക് ഉണ്ടാകാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മുടെ ജീവിതത്തിനെ വളരെ പ്രഭാവപൂരമാക്കുന്നതാണ് പറയുന്നത്. നമ്മുടെ ജീവിതത്തിൽ വെളിച്ചം കൊണ്ടുവരുന്നുണ്ട്. അപ്പോഴേ ഒരാളുടെ ജീവിതം വളരെ പ്രഭാപൂരമാകാൻ, അല്ലെങ്കിൽ വളരെ വിജയകരമായി കൊണ്ടുപോകാൻ നമുക്ക് കുറേ ഗുണങ്ങൾ ഉണ്ടായിരിക്കണം. അതിൽ കുറേ ഗുണങ്ങൾ ഇപ്പോഴും നേരത്തെ ഒക്കെ പറഞ്ഞു കഴിഞ്ഞു. ഇനി പറയുന്ന കുറേ ഗുണങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഈ 2 ശ്ലോകം ഞാൻ ഒന്നിച്ചിട്ട് വായിക്കാം. കാരണം ഇതെല്ലാം ഒന്നിച്ചിട്ട് വരുന്ന ഒരു സെറ്റ് ശ്ലോകാസാണ്, ഒരേ അർത്ഥം വരുന്ന. ഇതെല്ലാം അർജുനൻ നേരത്തെ ചോദിച്ച, ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞായിരുന്നു 6 ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അതിൽ 5ാമത്തെ ചോദ്യമാണ് എന്താണ് ജ്ഞാനം എന്ന് ഭഗവാനോട് ചോദിക്കുന്നു. അപ്പോ ജ്ഞാനം ഉണ്ടാകാൻ വേണ്ടിയിട്ട് എന്തൊക്കെ അടിസ്ഥാനപരമായിട്ട് ഒരാൾക്ക് വേണം എന്നുള്ളതിനെ പറ്റിയുള്ള ഒരു വ്യാഖ്യാനമാണ് ഇവിടെ ഭഗവാൻ കൊടുക്കുന്നത്. അതിവിടെ പറയാണ്, മൈ ചാനന്യ യോഗേന ഭക്തി വ്യഭിചാരിണി വിവിക്തദേശ സേവിത്വ മർത്തർജന സംസതി. പിന്നെ അടുത്ത ശ്ലോകം കൂടെ വായിക്കാം. അധ്യാത്മജ്ഞാന നിത്യത്വം തത്വജ്ഞാനാർത്ഥി ദർശനം ഏതജ്ഞാനമിതി പ്രോക്ത അജ്ഞാനം യശതോന്യഥ. ഇതില് ആദ്യത്തെ വരിയിൽ തന്നെ ഭഗവാൻ പറയാണ്, എന്നിലേക്ക് എത്തിച്ചേരാൻ മൈ ചാനന്യ യോഗേന, എന്നിൽ എത്തിച്ചേരാൻ, അല്ലെങ്കിൽ എന്നിൽ ലയിക്കുവാൻ എന്തൊക്കെയാണ് വേണ്ടത്? അത് ആദ്യമായിട്ട് പറയുന്നതെന്ന് പറഞ്ഞാൽ ഭക്തിരവ്യവിചാരിണി എന്ന് പറഞ്ഞ സ്ഥിരമായ ഭക്തി. ഇതാണ് ഒരു ഗുണം. നമുക്ക് ഈ ജ്ഞാനത്തിലേക്ക്, ഈ ജ്ഞാനം നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഉപാധി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സ്ഥിരമായ ഭക്തി. ആരോട്? ഭഗവാനോടുള്ള, അല്ലെങ്കിൽ പരമാത്മാവിനോടുള്ള ഭക്തി, സ്ഥിരമായ ഭക്തി. അടുത്തതോ വിവിക്ത ദേശസേവിത്വം. വിവിക്ത ദേശസേവിത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു സെക്ലൂഷനെ പറ്റിയിട്ടുള്ള ഒരു ബോധം, അല്ലെങ്കിൽ ഒരു ഏകാന്ത ജീവിതം. ഈ ലൗകിക സുഖങ്ങളിൽ നിന്നൊക്കെ മാറി കുടുംബം, കൂട്ടുകെട്ട്, പിന്നെ സുഹൃത്തുക്കൾ, ബഹളം, ഇതൊക്കെ മാറിയിട്ട് ഒരു സ്ഥലത്ത്, സാധാരണ പറയാറുള്ള സന്യാസിമാരൊക്കെ പോയിട്ട് ഏകാന്തതയിൽ പോയിട്ട് തപസ് ചെയ്യുന്നതാണ് പറയുന്നത്. അവിടെ എന്താണ് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഇന്ദ്രിയ സുഖങ്ങൾക്ക് പാത്രീഭൂത ആകാൻ പറ്റാത്ത ഒരു കണ്ടീഷൻസ് ഉള്ള, അല്ലെങ്കിൽ സ്ഥിതി ചെയ്യുന്ന ഒരു സ്ഥലത്ത് പോയി തപസ് ചെയ്യുക, ഏകാന്ത ജീവിതം ജയിക്കുക. അപ്പോൾ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ണുകൊണ്ട് പലതും കാണാനില്ല, ചെവികളിൽ പലതും കേൾക്കാനില്ല, പിന്നെ നല്ല നല്ല ഭക്ഷണത്തിന്റെ മണം വരാനില്ല. ഇങ്ങനെ ഇന്ദ്രിയങ്ങൾക്ക് എന്തൊക്കെയോ സുഖം തരുന്ന അതിൽ നിന്നൊക്കെ വിട്ടുനിന്ന് ഏകാന്തമായ ഒരു സ്ഥലത്ത് പോയി ജീവിക്കാനുള്ള ഒരു പ്രതിപത്തി. ഇത് ഒരു കാലഘട്ടം, അല്ലെങ്കിൽ ജീവിതത്തിൽ പറയാറില്ലേ, യൗവനം, പിന്നെ വാർദ്ധക്യം എന്നൊക്കെ പറഞ്ഞിട്ട് അവസാനം നമ്മൾ പറയാറില്ല സന്യാസം എന്ന് പറയുന്നില്ലേ, അത് ഒരു സമയമാകുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് അത് ഓട്ടോമാറ്റിക് ആയിട്ട് അത് വരും. ഇതല്ല ജീവിതം, ഇതിന്റെ മേളിൽ എന്തൊക്കെയോ ഈ ജീവിതത്തിൽ അർത്ഥമുണ്ട്, അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇങ്ങനെയുള്ള ഒരു ഏകാന്ത ജീവിതം നയിക്കണമെന്ന് തോന്നും. അങ്ങനെ വിവിക്ത ദേശ സേവിത്വം, ഏകാന്തമായ ഒരു ദേശത്തിന്റെ പിന്നെ സേവിക്കുക എന്ന് വെച്ചാൽ അവിടെ പോയി ഇരിക്കുക. അങ്ങനെയുള്ള മരതർജുന സംസതി,
പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നിനോട് ഒരു അവേർഷൻ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സാധാരണയായിട്ടുള്ള ഒരു കുടുംബ ജീവിതത്തോട് ഒരു വിരക്തി വരിക എന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ ജീവിതത്തിനെ പറ്റിയാണ് പറയുന്നത്. അത് ജനസംസദി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മണ്ടേൻ ആയിട്ടുള്ള ഒരു മാറ്റവും വരാതെ അത്യാവശ്യമല്ലാത്ത അല്ലെങ്കിൽ നമ്മുടെ ലൗകിക ജീവിതത്തിൽ നമ്മളെ അവിടെ കുടുക്കി കിടക്കുകയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഇസ് ടെന്റക്കിൾസ് എന്ന് പറയും. അതുപോലെ നമ്മൾ ഈ കുടുംബ ജീവിതത്തിലൊക്കെ ആകെ ഇങ്ങനെ കുടുങ്ങിക്കിടക്കുന്ന ആ ഒരു അവസ്ഥയിൽ നിന്ന് മാറി നിൽക്കുക, അതിനോടൊരു അവേർഷം വരിക. അപ്പൊ ഇത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നിലേക്ക് വരാനുള്ള ചില ചവിട്ടുപടികളാണിത്. ഇങ്ങനെ ഏകാന്തയിൽ പോയി ജീവിക്കുക, സാധാരണയായിട്ടുള്ള കുടുംബജീവിതം, അർത്ഥമില്ലാത്ത ഒരു കുടുംബജീവിതം നയിക്കുക. കുടുംബം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും കുടുംബം, ഭാര്യ മക്കളെന്നല്ല ഉദ്ദേശിക്കുന്നത്. സമൂഹത്തോടായാലും പിന്നെ സമാജത്തിനോടായാലും മൊത്തമായിട്ട് ഒരു വിരക്തി വരുന്ന ഒരു അവസ്ഥ വരും ഒരു കാലഘട്ടം കഴിഞ്ഞ് കഴിഞ്ഞാൽ. അപ്പൊ അങ്ങനെയുള്ളതൊക്കെ വിട്ടെറിഞ്ഞിട്ട് എന്നിലേക്ക് ലയിക്കാനുള്ള ഒരു അറിവ് നിനക്ക് വരും, അത് വരണം. അതാണ് ഒരു ഗുണം. പിന്നെ അതിന്റെ കൂടെ പറഞ്ഞത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അധ്യാത്മജ്ഞാന നിത്യത്വം. നിത്യത്വം എന്ന് പറഞ്ഞാൽ കോൺസ്റ്റന്റ് അല്ലെങ്കിൽ സ്ഥിരമായിട്ടുള്ള അധ്യാത്മജ്ഞാനം. ഈ ജീവിതത്തിന് അപ്പുറമായിട്ട് എന്തോ ഒന്നുണ്ട്. അല്ലെങ്കിൽ നമ്മൾ എന്നും പറയുന്നത് പോലെയുള്ള നീ ആരാണ്, നീ എന്താണ് എന്നുള്ള ആ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താനുള്ള ഒരു വ്യഗ്രത അല്ലെങ്കിൽ ഒരു അറിവ്, അതൊരു കണ്ണു തുറക്കലാണ്. ഒരു പുതിയ വെളിച്ചം വരികയാണ് നമ്മുടെ ജീവിതത്തിലേക്ക്. ഈ അധ്യാത്മ ജ്ഞാനം എന്ന് പറഞ്ഞാൽ അതാണ്. ഇത് ഈ ലോകത്തിനപ്പുറം എന്തോ ഒന്നുണ്ട്, ഇതല്ല ജീവിതം, ഇതിനപ്പുറം എന്തോ ഉണ്ട് എന്നുള്ള എനിക്ക് എന്നെ പറ്റി തന്നെ അറിയണം എന്നുള്ള ഒരു ആഗ്രഹം. അത് അധ്യാത്മജ്ഞാനം നിത്യത്വം. തത്വജ്ഞാനാർത്ഥി ദർശനം. തത്വജ്ഞാനം എന്ന് പറഞ്ഞാൽ ഫിലോസഫി. നമുക്ക് ഇതിൽ എന്തൊക്കെയോ ഉണ്ട്, ഈ കാണുന്നതൊന്നും അല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇതിനപ്പുറം ജീവിതത്തിന് എന്തോ ഒരു അർത്ഥമുണ്ട്. ഈ ശരീരം, മനസ്സ്, ബുദ്ധി, ആത്മാവ് എന്നെല്ലാം പറയുന്നതിൽ എന്തൊക്കെയോ ഇതിനൊക്കെ അപ്പുറമായിട്ട് എന്തോ ഒന്നുണ്ട് എന്നുള്ള ഒരു അറിവ്, ഒരു വെളിച്ചം, അതും ഇതിന്റെ ഭാഗമാണ്. ഏത് ഈ ഗുണത്തിന്റെ നമ്മുടെ ജീവിതത്തിനെ പൂർണ്ണമാക്കാൻ അല്ലെങ്കിൽ പിന്നെ പ്രകാശിപ്പിക്കാനുള്ള ചില ഗുണങ്ങളിൽ വരുന്നതാണ് ഈ അറിവ്. ഇതൊക്കെ അറിവാണ് കേട്ടോ. ഭഗവാൻ പറയുന്നത്, അർജുനന് പറഞ്ഞു കൊടുക്കുന്ന അറിവാണിത്. ജ്ഞാനം ഏതജ്ഞാനം ഇതി പ്രോക്തം അജ്ഞാനം യതതോന്യഥ. ഇതൊക്കെയാണ് ജ്ഞാനം. ഇതല്ലാത്തതൊക്കെ അജ്ഞാനമാണെന്നും കൂടെ കൃഷ്ണൻ വളരെ ഉറപ്പിച്ച് പറയുന്നുണ്ട്. ഭഗവാൻ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഈ ഞാൻ പറഞ്ഞതൊക്കെയാണ്, ഇപ്പൊ നേരത്തെ പറഞ്ഞ കുറെ ഗുണങ്ങളുടെ കൂടെ തന്നെ വായിച്ചു പോകുന്നതാണ് ഇത്. ഇതൊക്കെയാണ് ജ്ഞാനം. ഇതല്ലാത്തതൊക്കെ അജ്ഞാനമാണ്, നിരർത്ഥകമാണ്, ഇഗ്നറൻസ് ആണ് എന്നാണ് കൃഷ്ണൻ പറയുന്നത് എന്ന് കൃത്യമായിട്ട് പറയണം. അതിനെപ്പറ്റി ഒരു സംശയമില്ല. ഭഗവാൻ പറയുമ്പോൾ ഏതപ്രോക്തം അജ്ഞാനം യതതോന്യഥ, ഇതല്ലാത്തതൊക്കെ അജ്ഞാനമാണ്. ഇതാണ് കൃഷ്ണൻ പറയുന്നത്. അപ്പോ ആ ഗുണങ്ങളെ പറ്റി പറഞ്ഞു. ഇനിയിപ്പോ മൂന്നാമത്തെ എന്തെന്ന് പറയുന്നത് ജ്ഞേയം യത് പ്രവിശ്യാമി. എന്താണ് ജ്ഞേയം എന്നുള്ളതും നമ്മൾ ആദ്യം സമ്മറിയിൽ പറഞ്ഞായിരുന്നു, തുടക്കത്തിൽ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞായിരുന്നു. എന്താണ് നമ്മൾ അറിയേണ്ടത്? ജ്ഞാനെന്ന് പറഞ്ഞാൽ നമുക്കുള്ള അറിവ്. ജ്ഞേയം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇനി എന്താണ് നോൺ, ഓട്ട് ടു ബി നോൺ എന്നാണ് പറയുന്നത്. ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ ഓട്ട് ടു ബി, ഇനി നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതായ കാര്യങ്ങൾ. അപ്പോ അങ്ങനെയുള്ള ജ്ഞേയം യത്തത് ഞാൻ പറയാം. പ്രവിശ്യാമി ഏയം യത്തത് പ്രവിശ്യാമി യജ്ഞാതാമൃതമശ്നുതേ. യജ്ഞത്വാമൃതമശ്നുതേ. അമൃതം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇമ്മോർട്ടാലിറ്റിനെയാണ് പറയുന്നത്. അത് ഞാൻ പറയാം. എങ്ങനെയാണ് അച്ചീവ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ അത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും എന്നുള്ളത് ഞാൻ പറയാം. ആ ശ്ലോകം മൊത്തമായിട്ട് വായിക്കാം. ജ്ഞേയം യത്തത് പ്രവിശ്യാമി യജ്ഞാത്വാമൃതമശ്നുതേ അനാദിമൽപരം ബ്രഹ്മ ന സത്തനാസദുപ്യതേ. ഇത് ഇപ്പൊ പറഞ്ഞു എന്താണ് നീ ഇനി അറിയേണ്ടതെന്നുള്ള ഞാൻ പറയാം. പിന്നെ ഇമ്മോർട്ടാലിറ്റി, മരണമില്ലാത്ത ഒരവസ്ഥ എങ്ങനെയാണ് അച്ചീവ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ നീ നേടിയെടുക്കുന്നത് എന്നുള്ളതും പറയാം. ഇതെല്ലാം ജ്ഞാനത്തിന്റെ ഭാഗങ്ങളാണ്. അത് അനാദിമൽപരം ബ്രഹ്മം. ഇവിടെയാണ് ബ്രഹ്മത്തിനെ പറ്റിയിട്ട് ഭഗവാൻ പറയുന്നത്. ഇതൊക്കെ ജീവിതത്തിന്റെ പല ചവിട്ടുപടികളും കഴിഞ്ഞിട്ട് നമ്മൾ അവസാനം ബ്രഹ്മത്വത്തിലേക്ക് എത്തുക, അല്ലെങ്കിൽ ഞാൻ ബ്രഹ്മമാണെന്നുള്ള അറിവ്. അദ്വൈതത്തിൽ പറയുകയാണെങ്കിൽ
ആ അറിവ് ഞാൻ ബ്രഹ്മമാണ്, അത് വേറെ ഏതോ ഒന്നിൽ പോയി ലയിക്കുന്നതല്ല, ഞാൻ ബ്രഹ്മമാണ് എന്നുള്ള അറിവ് വരാൻ വേണ്ടിയിട്ട് അനാദിമൽപരം ബ്രഹ്മം, അവിടെ ഒരു അനാദി ആദിയും അന്ത്യവുമില്ലാത്ത ഒരു ബ്രഹ്മത്തിനെ പറ്റിയിട്ടാണ് ഭഗവാൻ പറയുന്നത്. അങ്ങനെയുള്ള ഒരു ബ്രഹ്മം, അതാണ് പരമമായ സത്യം. പിന്നെ അത് സത്തെന്നോ അസത്തെന്നോ എന്ന് പറയാൻ പറ്റില്ല, അല്ല പറയേണ്ട കാര്യമില്ല. അങ്ങനെയുള്ളതാണ് ബ്രഹ്മം. ആ ബ്രഹ്മമാണ് നമ്മുടെ എല്ലാത്തിൻ്റെയും ഈ അറിവിന്റെ അവസാനത്തെ ചവിട്ടുപടി എന്ന് പറയുന്നത്. അതാണ് ആ ബ്രഹ്മത്തിലേക്കുള്ള നമ്മുടെ യാത്ര എന്ന് വെച്ച് കഴിഞ്ഞാൽ, നേരത്തെ ഭഗവാൻ പറഞ്ഞു തുടങ്ങിയത് അതാണ്. എന്നിലേക്ക് ലയിക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ വേണം? ലയിക്കുക അല്ലെങ്കിൽ എന്നെ അറിയുക, ഇതിലാണ് ഒരേ അർത്ഥമാണ് ഇതിന് രണ്ടിനും വരുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ബ്രഹ്മത്തിനെ പറ്റിയിട്ട് പറയാം. ബ്രഹ്മം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അന്നും പറഞ്ഞായിരുന്നു, 3 ഘടകങ്ങളാണ് ഇവിടെ പറയുന്നത്. ഒന്ന് ക്ഷേത്രം, പിന്നെ ക്ഷേത്രജ്ഞൻ, പിന്നെ പരമാത്മാവ്. അപ്പോൾ ഈ ക്ഷേത്രജ്ഞന്റെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ അല്ലെങ്കിൽ പിന്നെ കഴിവുകൾ, സ്വഭാവങ്ങൾ, ഭാവങ്ങൾ, അത് കഴിഞ്ഞിട്ട് അടുത്തതായിട്ടുള്ളതാണ് ഈ പരമാത്മാവ്. അപ്പൊ ഈ പരമാത്മാവിലേക്കുള്ള യാത്രയാണ് ഇപ്പോൾ ഭഗവാൻ അർജുനന് ഉപദേശിച്ചു കൊടുക്കുന്നത്. അതാണ് 12ാമത്തെ ശ്ലോകത്തിൽ അവസാനം പറയുന്ന അത് ബ്രഹ്മത്തിന്. അവിടെ ബ്രഹ്മത്തിനെ പറ്റിയുള്ളൂ. ഇനിയിപ്പോ ഇതിനോട് ബന്ധപ്പെട്ട കുറെ ഉപദേശങ്ങളാണ്, അല്ലെ ജ്ഞാനത്തിനെ പറ്റിയ കുറെ കാര്യങ്ങളാണ് ഇതിന് അടുത്ത ശ്ലോകങ്ങളിലൊക്കെ വരുന്നത്. അപ്പോൾ ഞാൻ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നു. ഹരി ഓം. ഹരി ഓം അണ്ണ. അടുത്തതായിട്ട് 13 മുതൽ 15 വരെയുള്ള ശ്ലോകങ്ങൾ റിപ്പീറ്റ് ചെയ്യുവാൻ ഗൗരിയക്കെയും വിശദീകരണം നൽകുവാൻ രാജമാക്കിയെയും ക്ഷണിക്കുന്നു. ഹരി ഓം. ശ്ലോകം 13. സർവതഃ പാണിപാദം തത് സർവതോക്ഷിശിരോമുഖം. സർവതഃ പാണിപാദം തത് സർവതോക്ഷിശിരോമുഖം. സർവതഃ ശ്രുതിമല്ലോകേ സർവമാവൃത്യ തിഷ്ഠതി. സർവതഃ ശ്രുതിമല്ലോകേ സർവമാവൃത്യ തിഷ്ഠതി. സർവതഃ പാണിപാദം തത് സർവതോക്ഷിശിരോമുഖം. സർവതഃ ശ്രുതിമല്ലോകേ സർവമാവൃത്യ തിഷ്ഠതി. സർവതഃ പാണിപാദം തത് സർവതോക്ഷിശിരോമുഖം. സർവതഃ ശ്രുതിമല്ലോകേ സർവമാവൃത്യ തിഷ്ഠതി. അടുത്തതായി ശ്ലോകം 14. സർവേന്ദ്രിയ ഗുണാഭാസം സർവേന്ദ്രിയ വിവർജിതം. സർവേന്ദ്രിയ ഗുണാഭാസം സർവേന്ദ്രിയ വിവർജിതം. അസക്തം സർവഭൃച്ചൈവ നിർഗുണം ഗുണഭോക്തൃ ച. അസക്തം സർവഭൃച്ചൈവ നിർഗുണം ഗുണഭോക്തൃ ച. സർവേന്ദ്രിയ ഗുണാഭാസം സർവേന്ദ്രിയ വിവർജിതം. അസക്തം സർവഭൃച്ചൈവ നിർഗുണം ഗുണഭോക്തൃ ച. സർവേന്ദ്രിയ ഗുണാഭാസം സർവേന്ദ്രിയ വിവർജിതം. അസക്തം സർവഭൃച്ചൈവ നിർഗുണം ഗുണഭോക്തൃ ച. അടുത്തതായി ശ്ലോകം 15 നോക്കാം. ഹിരന്തശ്ച ഭൂതാനാം അചരം ചരമേവ ച. ബഹിരന്തശ്ച ഭൂതാനാം അചരം ചരമേവ ച. സൂക്ഷ്മത്വാത് തദവിജ്ഞേയം ദൂരസ്ഥം ചാന്തികേ ച തത്. സൂക്ഷ്മത്വാത് തദവിജ്ഞേയം ദൂരസ്ഥം ചാന്തികേ ച തത്.
ബഹിരന്തശ്ച ഭൂതാനാമചരം ചരമേവ ച സൂക്ഷ്മത്വാത് തദവിജ്ഞേയം ദൂരസ്ഥം ചാന്തികേ ച തത്. ബഹിരന്തശ്ച ഭൂതാനാം അചരം ചരമേവ ച സൂക്ഷ്മത്വാത് തദവിജ്ഞേയം ദൂരസ്ഥം ചാന്തികേ ച തത്. പാരായണം അവസാനിച്ചിരിക്കുന്നു. നമുക്ക് അടുത്തതായി വ്യാഖ്യാനം ശ്രദ്ധിക്കാം. ഹരിയോ. ഇവിടെ EV നായർ അണ്ണന് 12ാമത്തെ ശ്ലോകത്തില് ബ്രഹ്മത്തെ കുറിച്ച് പ്രസന്റ് ചെയ്തിരിക്കുന്നു. ബ്രഹ്മം എന്താണ്? അപ്പം അതിനകത്ത് എനിക്ക് അതിൽ മോട്ടിവേറ്റ് ചെയ്ത് ഇങ്ങോട്ട് വരാൻ പറ്റത്തുള്ളൂ. ഇവിടെ ജ്ഞേയം ഇതിനെ ത്രിപുടികൾ എന്ന് പറയും. ജ്ഞാനം, ജ്ഞേയം, ജ്ഞാതാവ്. അപ്പൊ അറിയേണ്ടത്, അറിവ്, അറിയപ്പെടേണ്ട ആൾ. അങ്ങനെ 3 ഘടകങ്ങളാണ് ഇവിടെ അറിവിന് ഉള്ളത്. അപ്പൊ അറിയേണ്ടത് ഇവിടെ ജ്ഞേയമാണ്. ഇവിടെ അവസാനത്തെ വരി പറയുന്നത് ന സത്ത് ന അസത്ത് ന ഉച്ചത്. ഈ ബ്രഹ്മം എന്ന് പറയുന്നത് സത്ത് ആണോ അല്ല, അസത്താണോ അതുമല്ല. സത്ത് എന്ന് പറഞ്ഞാല് ഉള്ളത് എന്നാണ് അർത്ഥം, അസത്ത് എന്ന് പറഞ്ഞാൽ ഇല്ലാത്തത് എന്നാണ് അർത്ഥം. അപ്പൊ ഈ ബ്രഹ്മത്തെ കുറിച്ച് നമ്മൾ ഇപ്പൊ ഇതിനെ കുറച്ചേറെ പറയാനുള്ള ഒരു ഭാഗമാണ്, ക്ഷമിക്കണം. അപ്പൊ ഞാൻ പറയേണ്ടി വരും. അപ്പൊ ബ്രഹ്മം എന്ന് പറയാൻ നമ്മൾ നാരായണീയത്തിൽ പഠിച്ചു. എന്താണ്? മർത്യന്ന അസുരം ന, അത് നമ്മൾ പഠിച്ചു. അപ്പൊ മനുഷ്യനല്ല, മൃഗമല്ല, തുര്യക്കല്ല, ഇതൊന്നുമല്ലാതെ അവസാനം അവശേഷിക്കുന്നത് എന്തോ ഒന്നുണ്ട്. അതിനെ തേടിയാണ് ഋഷീശ്വരന്മാരും ഭഗവാന്റെ ഭക്തരും തേടി നടക്കുന്നത്. അപ്പൊ നമ്മൾ ഈ കൈലാസത്തിലെ ആ ഭാഗത്തൊക്കെ ചെന്നാല് നമ്മളെ കൂടെ ഓം നമോ ഭഗവതി വാസുദേവായ ഇങ്ങനെ മന്ത്രം ജപിച്ചുകൊണ്ടല്ല അവര് നടക്കുന്നത്. അവര് തിരയുകയാണ് സംതിങ്, അവര് തിരയുകയാണ്. എന്താണ്? നേതി നേതി നേതി, ഇതല്ല ഇതല്ല. അവര് പറയുന്ന വാക്കിതാണ് നേതി നേതി, ഇതല്ല ഇതല്ല, ഞാൻ തിരയുന്ന വസ്തു ഇതല്ല. അപ്പൊ ആ തിരയുന്ന വസ്തുവിനെ കിട്ടുന്നവരെ അവർ തിരയും. അപ്പൊ ആ ബ്രഹ്മം എന്ന് പറയുന്നതിന് നിറമില്ല, മണമില്ല, ഗുണമില്ല, ഷേപ്പില്ല, ഒന്നുമില്ലാത്ത ഒരു നമ്മള് സയന്റിഫിക് ആയിട്ട് പറഞ്ഞാല് അത് നമ്മൾ എന്നും ഒരു വൈദ്യുതിയുടെ ഉദാഹരണം പറഞ്ഞ ഒരു വൈദ്യുതി പോലെയാണ്. അതിന് നമുക്ക് കാണാനോ ഒന്നും പറ്റത്തില്ല, പക്ഷെ അതിന്റെ ഗുണങ്ങൾ ധാരാളങ്ങളാണ്. അതുപോലെ ഈ ബ്രഹ്മം എന്താണ്? നമ്മൾ പറഞ്ഞാൽ ഒരു എനർജിയാണ്, കോൺഷ്യസ്നെസ് ആണ്. അതിനെ നമ്മൾ സയൻസിൽ കോസ്മിക് എനർജി എന്ന് വേണമെങ്കിൽ നമുക്ക് കോസ്മിക് എനർജി എന്ന് പറയും. അപ്പൊ ഞാനിവിടെ അടുത്ത ഇതിലേക്ക് അങ്ങനെയുള്ള ആ ബ്രഹ്മം എങ്ങനെ ഇരിക്കുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. ആ ബ്രഹ്മം സർവദാ പാണിപാദം തത് സർവദോ അക്ഷി ശിരോ മുഖം. സർവദാ പാണിപാദം, എല്ലായിടത്തും കൈകളും കാലുകളും. സർവദാ അക്ഷി ശിരോമുഖം, എല്ലായിടത്തും കണ്ണും തലയും മുഖവും ഉള്ളതും. എല്ലായിടത്തും കൈകാലുകളും കണ്ണും തലയും മുഖവും ചെവിയും ഉള്ളതായ ആ ബ്രഹ്മം ലോകത്തിൽ സകലതിനെയും ആവരണം ചെയ്തിരിക്കുന്നു. അപ്പൊ ബ്രഹ്മം എന്ന വസ്തു എന്താണ്? ഒരു എനർജി മാത്രമാണ്. അതിന് രൂപമില്ല, നിറമില്ല, മണമില്ല എന്നെല്ലാം പറഞ്ഞിട്ടാണ് ഇവിടെ കോൺട്രഡിക്ടറി ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. അതിന് 1000 കാലുകളും കൈകളും ഒക്കെ ഉണ്ട് എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇതിനെല്ലാം ആവരണം ചെയ്ത് സ്ഥിതി ചെയ്യുന്നു. അപ്പൊ എന്താണ് ഈ 1000 തലകൾ? അപ്പൊ ഭാഗവതത്തിൽ നമ്മൾ വായിക്കുമ്പോഴറിയാം 10,000 വർഷം ഒരാൾ തപസ് ചെയ്യുന്നു. അങ്ങനെ 10,000 വർഷം ഒരാൾക്ക് ആയുസ്സുണ്ടോ? ഇല്ല. അപ്പൊ 1000 തലകൾ എന്ന് പറഞ്ഞാൽ അനന്തം എന്നാ ഇവിടെ അർത്ഥം. നമ്മുടെ ഋഷീശ്വരന്മാരെല്ലാം വളരെ ഗുഹ്യമായിട്ടാണ് ഇതെല്ലാം എഴുതി വെച്ചിരിക്കുന്നത്. മനുഷ്യർ മനനം ചെയ്തിട്ട് അതിന്റെ ഉള്ളിലെ സത്തിനെ കണ്ടെടുക്കണം. അല്ലാതെ നമ്മൾ മംഗളവും അതുപോലെയുള്ള ഇതൊക്കെ വായിക്കുമ്പോൾ കിട്ടുന്ന ആനന്ദം ഇതിൽ നിന്ന് കിട്ടത്തില്ല. ഇത് അർഹതയുള്ളവൻ പഠിച്ചിട്ട് അതിന്റെ അന്തസത്ത കണ്ടെത്തിയിട്ട് അതിൽ എത്തിച്ചേരണം എന്ന ഉള്ള ബുദ്ധിയോടുകൂടിയാണ് നമ്മുടെ ഋഷീശ്വരന്മാര് അല്ലെങ്കിൽ ഇവർ എഴുതി വെച്ചിരിക്കുന്നത്. അപ്പൊ അനന്തത എന്നാണ് ഇവിടുത്തെ അർത്ഥം.
അപ്പൊ ഈ അനന്തതയില് എന്താണ് അതിലെ നമ്മുടെ പ്രപഞ്ചം മുഴുവനും ഒരു ബോധ നിയമത്തിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതിനാണ് നമ്മൾ ഈശ്വരൻ എന്ന് പറയുന്നത്. ഈശ്വരൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ സർവത്തിനെയും ഒരു ബോധ നിയമത്തിൽ കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകുന്ന ആ നിയമം, അതിനെയാണ് നമ്മൾ ഈശ്വരൻ എന്ന് നമ്മൾ വിളിക്കുന്നത്. ആ നിയമം, ആ കോൺഷ്യസ്നെസ്സിൽ നിന്നാണ് നമുക്ക് വികാരങ്ങൾ, ബുദ്ധി, അഹങ്കാരം, വാസന ഇതെല്ലാം ഉണ്ടാകുന്നത്. അപ്പൊ കോൺഷ്യസ്നെസ്സിൽ നിന്നും നമുക്ക് എന്തുണ്ടാകുന്നു? ചിന്തകൾ ഉണ്ടാകുന്നു. അപ്പൊ ഇതൊക്കെയാണ് ഇതിനകത്തിലെ ഇന്നർ മീനിങ്. അപ്പൊ ഇവിടെ 1000 തലകൾ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ 1000 തലകളും കണ്ണുകളും എല്ലാം ഉണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതെല്ലാം അടങ്ങിയ ഒരു ബോധ രൂപമാണ് എന്ത്? ഈ ബ്രഹ്മം. ആ ബ്രഹ്മത്തെ എന്ത് ചെയ്തു? ആവരണം ചെയ്തിരിക്കുന്നു. അവിടെ ആവരണമെന്നും വിക്ഷേപണമെന്നും 2 വാക്കുണ്ട്. ബ്രഹ്മത്തെ ആവരണം കൊണ്ട് മറച്ച് അതിൽ നിന്നും നാനാത്വമായ വൈവിധ്യമുള്ളതിനെ പ്രപഞ്ചത്തിലേക്ക് വിക്ഷേപണം ചെയ്യുന്നു. ആ വിക്ഷേപണം ചെയ്തവയാണ് നമ്മൾ കാണുന്ന ഈ പ്രപഞ്ചം, സൂര്യൻ, നക്ഷത്രങ്ങൾ, ഭൂമി, ഈ ബ്രഹ്മാണ്ടമെന്ന്. അപ്പൊ ബ്രഹ്മത്തിന് ഒരു ആവരണമുണ്ട്. ആ ആവരണത്തിൽ നിന്ന് വിക്ഷേപണം നടക്കും. അങ്ങനെ ഈ അനന്തമായ ബ്രഹ്മത്തിൽ നിന്നും ആവരണത്തെ ഭേദിച്ച് വിക്ഷേപണത്തിലൂടെ ഉണ്ടായതാണ് ഈ വിരാട് പുരുഷൻ എന്ന് പറയുന്നതാണ് നമ്മൾ ഇവിടെ ഉദ്ദേശിക്കുന്നത്. പുരുഷ സൂക്തത്തിൽ ഇത് തന്നെ പറയുന്നു. സഹസ്രശീർഷ പുരുഷ സഹസ്രാക്ഷ സഹസ്രപാത് സ ഭൂമിം വിശ്വതോപൃത്ത അത്യധിഷ്ഠ ദശാങ്കുലം. ഇതെല്ലാം ആണെങ്കിലും ബ്രഹ്മം ഒന്നുമായിട്ടും ബന്ധമില്ലാതെ എല്ലാത്തിനെയും വിക്ഷേപണ രൂപത്തിൽ ഇങ്ങോട്ട് വിട്ട് സംസാര ദുഃഖത്തിൽ നമ്മളെ ഇങ്ങനെ കൊണ്ടുപോകുന്നു. എന്നാലും ഇതിലുമായിട്ടൊന്നും ഒരു ബന്ധമില്ലാതെ ഒരു സാക്ഷിയായിട്ട് മാത്രം സ്ഥിതി ചെയ്യുന്ന ഒരു എനർജിയാണ്, അല്ലെങ്കിൽ കോൺഷ്യസ്നെസ് ആണ് ബ്രഹ്മം എന്ന് പറയുന്നത്. അത് അത്യധിഷ്ഠ ദശാങ്കുലം, ഈ ബ്രഹ്മാണ്ടത്തിൽ നിന്നും 10 അങ്കുലം വിട്ടാണ് നിൽക്കുന്നത്. ഇതുമായിട്ട് ഒരു ബന്ധവുമില്ല, ഈ ബ്രഹ്മാണ്ടവുമായിട്ട് ഒരു ബന്ധവുമില്ലാതാണ് നിൽക്കുന്നത്. അപ്പൊ അങ്ങനെ കാലുകളും സകലതിനെയും ആവരണം ചെയ്ത് വ്യാപിച്ച് സ്ഥിതി ചെയ്യുന്ന ആ ബ്രഹ്മം എങ്ങനെ? അതിന് കുറെ സ്വഭാവങ്ങളുണ്ട്. സർവേന്ദ്രിയ ഗുണാഭാസം, എല്ലാ ഇന്ദ്രിയങ്ങളെയും പ്രകാശിപ്പിക്കുന്നു. സാക്ഷിയായിട്ട് നിൽക്കുന്നു എങ്കിൽ ഇവിടെ എല്ലാം സാക്ഷിയായിട്ട് നമ്മുടെ വിരാട് സ്വരൂപം ഉണ്ടായതും അങ്ങനെയാണ്. ഭഗവാൻ ഒരു സാക്ഷിയായിട്ട് നിന്നുകൊണ്ട് മായയെ കൊണ്ട് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചു എന്നാണ് ഭാഗവതത്തിൽ പറയുന്നത്. അപ്പൊ എല്ലാം ചെയ്യിക്കുന്നു, എന്നാൽ ഞാൻ ഒന്നും ചെയ്യുന്നില്ല എന്ന ഭാവത്തിൽ ഇരിക്കുന്നതാണ് സാക്ഷി. അപ്പൊ എല്ലായിടത്തും സർവേന്ദ്രിയ ഗുണാഭാസം, എല്ലാ ഇന്ദ്രിയങ്ങളെയും പ്രകാശിപ്പിക്കുന്നു. ഈ ബ്രഹ്മത്തിൽ നിന്നും പുറപ്പെടുവിപ്പിക്കുന്ന പ്രകാശമാണ് സൂര്യനിലും നക്ഷത്രങ്ങളിലും എല്ലാം പ്രതിഫലിക്കുന്നത്. ആ സൂര്യനിൽ നിന്നും വരുന്ന പ്രകാശമാണ് നമ്മൾക്ക് കിട്ടുന്നത്. ആ പ്രകാശത്തിന്റെ പ്രതിഫലനം കൊണ്ടാണ് നമ്മുടെ ഭൂമിയായാലും മനുഷ്യനും എല്ലാ ജീവികൾക്കും ജീവിക്കാൻ പറ്റിയ ഒരു സാഹചര്യവും അന്തരീക്ഷം, വായു, ഇതെല്ലാം ബ്രഹ്മത്തിൽ നിന്ന് ഇങ്ങോട്ട് വിക്ഷേപണം ചെയ്തു വിടുകയാണ് കുറെ നമുക്ക് ആവശ്യത്തിനുള്ളത്. അതാണ് പറഞ്ഞത്, ഒരു നിയമത്തിലാണ് ഇതെല്ലാം പോകുന്നത്. അങ്ങനെ വന്നിട്ട് സർവേന്ദ്രിയ വിവർജിതം, ഇന്ദ്രിയങ്ങളൊന്നുമില്ലാത്തതും ഒന്നിനും ചേരാതെയും ഇരിക്കും. എല്ലാ ഇന്ദ്രിയങ്ങളെയും പ്രവർത്തിപ്പിക്കുന്നത് ഭഗവാൻ. അതുകൊണ്ടാണ് ഭഗവാൻ ഒരു പേരുണ്ട്, ഋഷികേശൻ എന്ന് പറയും. എല്ലാ ജീവികളിലും ഇരുന്നു കൊണ്ട് അവരുടെ പഞ്ചേന്ദ്രിയങ്ങളെ പ്രവർത്തിപ്പിക്കുന്നത് കൊണ്ട് ഭഗവാന് ഋഷികേശൻ എന്നൊരു പേരുണ്ട്. എല്ലാ ഇന്ദ്രിയങ്ങളെയും പ്രവർത്തിപ്പിക്കുന്നു, എന്നാൽ ഒന്നിനോടും ചേർച്ചയില്ല, ഒന്നിനോടും ബന്ധമില്ലാതെ സർവപ്രിച്ഛയേവ, എല്ലാത്തിനും ആധാരഭൂതവും, നിർഗുണ ഗുണഭോക്തച, ഗുണങ്ങളില്ലാതും എന്നാൽ ഗുണങ്ങളെ അനുഭവിക്കുന്നതുമാകുന്നു. എല്ലാ വസ്തുക്കൾക്കും ആധാരഭൂതം ആയിട്ടുള്ളത് ഈ ബ്രഹ്മമാകുന്നു. എന്നാൽ നിർഗുണം, ഒരു ഗുണവുമില്ലാത്ത എന്ന് പറഞ്ഞാൽ സത്വരജ തമോ ഗുണങ്ങൾക്ക് അതീതമാണ് ഈ ബ്രഹ്മം.
നമ്മൾ നമ്മളെല്ലാവരും സത്വ രജ തമോ ഗുണത്തിൽ ആണ്, ഓരോരുത്തരുടെയും വ്യത്യസ്ത രീതിയിലാണ്, റേഷ്യോയിലാണെന്ന് മാത്രമേ ഉള്ളൂ. എന്നാൽ ബ്രഹ്മ ഇതിൽ നിന്നും വിട്ടാണ്, എന്നാൽ ഗുണങ്ങളെ അനുഭവിപ്പിക്കുന്നു. നമ്മള് എന്താണ് ജീവൻ ഉള്ള വസ്തുക്കളിൽ ബ്രഹ്മത്തിന്റെ അംശമായ പ്രാണൻ അല്ലെങ്കിൽ കോൺഷ്യസ്നെസ് ഉള്ളത് കൊണ്ടാണ് നമ്മൾക്ക് പ്രവർത്തിക്കാൻ കഴിയുന്നത്. അപ്പൊ നമ്മളിപ്പോ സപ്താഹത്തിനൊക്കെ ചെന്നാല് ആചാര്യന്മാര് നമ്മളെ സംബോധന ചെയ്യുന്നതിന് എങ്ങനെയാണ്? ബ്രഹ്മ അംശമായ അല്ലെങ്കിൽ ബ്രഹ്മ അങ്ങനെയുള്ള എന്താണ് ഭക്തജനങ്ങളെ എന്നാണ് സംബോധന ചെയ്യുന്നത്. അപ്പൊ ബ്രഹ്മത്തിന്റെ അംശമാണ് നമ്മള്. ആ ബ്രഹ്മത്തിന്റെ അംശമായ പ്രാണനാണ് നമ്മുടെ ഉള്ളിലുള്ളത്. ആ പ്രാണൻ, ആ കോൺഷ്യസ്നെസ് ശരീരത്തിൽ സ്വീകരിക്കപ്പെടുമ്പോൾ ഈ പഞ്ചഭൂത നിർമ്മിതമായ ശരീരം വിഷയങ്ങളെ അനുഭവിക്കാൻ തുടങ്ങും, അവ ചിന്തിക്കാൻ തുടങ്ങും. അപ്പോൾ ബ്രഹ്മം ഗുണങ്ങളെ അനുഭവിക്കുന്നില്ല എങ്കിലും നമ്മളെ കൊണ്ട് ഗുണങ്ങളെ അനുഭവിപ്പിക്കുന്നു. അപ്പൊ ഇതെങ്ങനെ രണ്ടും കോൺട്രഡിക്ടറി ആയിട്ടാണ് ഇവിടെ പറയുന്നത്. അതുകൊണ്ടാണ് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ ചില പ്രയാസമാണ്. ബ്രഹ്മം നിർഗുണമാണ് എങ്കിൽ പോലും ബ്രഹ്മാംശമായ ജീവജാലങ്ങൾ അവയുടെ ഉള്ളിലെ പ്രാണൻ അല്ലെങ്കിൽ ബ്രഹ്മാംശം അല്ലെങ്കിൽ കോൺഷ്യസ്നെസ് കൊണ്ട് നമ്മൾ ശരീരത്തിലെ പഞ്ചഭൂതങ്ങളെ കൊണ്ട് നമ്മൾ വിവിധ തരത്തിലുള്ള വിഷയങ്ങളെ അനുഭവിക്കുന്നു. അപ്പൊ ബ്രഹ്മം നിർഗുണമാണ്, നമ്മൾ സഗുണമാണ്. അപ്പം അതാണ് ഇവിടെ പറയുന്നത്. പിന്നെ അതാണ് ബഹിരന്തച്ച ഭൂതാനാം അചരം ചരമേവച. അത് ഈ പരമാത്മാവ്, അപ്പം ബ്രഹ്മാംശമായ കോൺഷ്യസ്നെസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പരമാത്മാവ് അല്ലെങ്കിൽ ക്ഷേത്രജ്ഞൻ എന്ന് പറയുന്നത്. നമ്മുടെ ശരീരമാകുന്ന ക്ഷേത്രത്തില് ഈ ക്ഷേത്രജ്ഞൻ ആണ് നമ്മളെ എല്ലാ വികാരങ്ങളിലേക്കും കൊണ്ടുപോകുന്നത്, ചിന്തിപ്പിക്കുന്നത്, പ്രവർത്തിപ്പിക്കുന്നത്. അങ്ങനെ എല്ലാ ഭൂതങ്ങളുടെ ഉള്ളിലും പുറത്തും എന്താണ്? ഈ ബ്രഹ്മവസ്തുവാണ്. അപ്പൊ നമ്മൾ വിഷ്ണു സഹസ്രനാമത്തിൽ പറയും ഓം വിശ്വം വിഷ്ണു വഷട്കാരോ. അപ്പൊ നമ്മൾ വിഷ്ണു എന്നുള്ളതിന്റെ അർത്ഥം പറയുന്നത് എന്താണ്? വിഷ്ണു എന്ന് പറഞ്ഞാൽ എല്ലായിടത്തും വ്യാപനശീലം ഉള്ളത്. അപ്പൊ എല്ലായിടത്തും വ്യാപനശീലം ഉള്ളതിൽ ആണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ ഈശ്വരനിലും അപ്പൊ അകത്തും ഈശ്വരൻ. അതാണ് ഇവിടെ പറയുന്നത്. ഭൂതങ്ങളുടെ പുറത്തും അകത്തും ഈശ്വരൻ. അപ്പൊ അതുകൊണ്ട് സ്ഥാവരവും ജംഗവും അതിന് സൂക്ഷ്മമാകയാൽ അത് അറിയപ്പെടാതെ ഇരിക്കുന്നു. ബ്രഹ്മവസ്തു ഇതില് കഠോപനിഷത്തില് പറയുന്നുണ്ട് അണോരണീയൻ മഹതാ മഹിത എന്ന്. അണോരണി ഏറ്റവും സ്ഥലത്ത് ഏറ്റവും സൂക്ഷ്മമാണ്, മഹത്തായി വലുതാവേണ്ടടുത്ത് മഹത്തായി വലുതാവും. അപ്പൊ ഏറ്റവും സൂക്ഷ്മമായത് കൊണ്ട് നമുക്കതിനെ കണ്ട് അറിയാൻ പറ്റത്തില്ല. എന്നാൽ ദൂരത്താണ് അതിരിക്കുന്നതെങ്കിലും നമ്മുടെ അടുത്ത് തന്നെയാണ് ഇരിക്കുന്നത്. അതാണ് സൂക്ഷ്മത്വാത്ത അവിജ്ഞേയം ദൂരസ്ഥം ച അന്തികേ ച തത്. ദൂരത്താണ് ബ്രഹ്മം എന്ന നമ്മുടെ സങ്കല്പം, എന്നാൽ നമ്മുടെ അടുത്തു തന്നെ ആണിരിക്കുന്നത്. എങ്ങനെ നമ്മുടെ അടുത്തിരിക്കുന്നു? നമ്മുടെ ഉള്ളിലെ ബോധം ബ്രഹ്മമാണ്. അപ്പൊ നമ്മുടെ കൂടെ ഇരിക്കുന്നു. അപ്പൊ ഈശ്വരനെ തിരഞ്ഞ് നമ്മൾ ദൂരെ എങ്ങും പോകേണ്ട ആവശ്യമില്ല. കസ്തൂരി മൃഗം അതിന്റെ ശരീരത്തിലെ വാസനയെ തിരഞ്ഞ് നടക്കുന്നത് പോലെ നമ്മൾ ഈശ്വരനെ തിരഞ്ഞ് ഇങ്ങനെ ഓടേണ്ട ആവശ്യമില്ല. ഈശ്വരൻ നമ്മുടെ ഉള്ളിൽ തന്നെയാണ്, നമ്മുടെ ബോധമാണ്, കോൺഷ്യസ്നെസ് ആണ്, പ്രാണനാണ് നമ്മുടെ ഈശ്വരൻ. അപ്പൊ ആ ഈശ്വരൻ നമ്മുടെ ഉള്ളിൽ തന്നെ ഇരിക്കുന്നു, അടുത്ത് തന്നെ ഇരിക്കുന്നു. അങ്ങനെ അടുത്തുമാണ് എന്നാൽ ദൂരെയുമാണ്. ആ ബ്രഹ്മം എന്ന വസ്തു നമുക്ക് ഒരു വസ്തുവില്ല, അതൊരു എനർജിയാണ്, അതങ്ങ് ദൂരെയാണ്. അതിന്റെ അംശം നമ്മളിൽ ഈശ്വരനായിട്ട് ഇരിക്കുന്നു. അപ്പൊ അതാണ് ഇവിടെ പറയുന്നത്. അപ്പൊ ഭൂമാനന്ദ സ്വാമി പറയും, ശാസ്ത്രജ്ഞന്മാരെ നിങ്ങള് പരീക്ഷണം നടത്തി ദൈവഗണത്തെ കണ്ടുപിടിക്കാൻ ഇതൊന്നും നടത്തേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഉള്ളിലേക്ക് ഇറങ്ങൂ,
നമ്മുടെ ഉള്ളിലേക്ക് ഇറങ്ങും. അതാണ് നമ്മുടെ മെഡിറ്റേഷൻ. നമ്മുടെ ഉള്ളിലേക്ക് ഇറങ്ങി ആ ഈശ്വര ചൈതന്യത്തെ ആസ്വദിക്കുന്ന പരമാനന്ദം എന്നാണ്. നമ്മുടെ ഷടാകാരവും കഴിഞ്ഞ് ആ സഹസ്രാരകത്തിൽ എത്തുമ്പോൾ പരമാനന്ദത്തിൽ നമ്മളെ ഉള്ളി ചാടുന്ന ആ അവസ്ഥ നമ്മുടെ ഈശ്വര ചൈതന്യമാണ്. അങ്ങനെ നാമരൂപാത്മായ ജഗത്തിന് അതീതമായ അജ്ഞാനികൾക്ക് മാത്രമാണ് ഭഗവാൻ ദൂരസ്ഥനായിട്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ഈശ്വരൻ, അല്ലെങ്കിൽ ബ്രഹ്മം. ദൂരെ എന്ന് പറയുന്നത് ആരാണ്? നമ്മൾ എന്ത് പറയുമ്പോഴും മുമ്പേ ഇവിടെ തുടങ്ങിയപ്പോഴും പറഞ്ഞത്, മുകളിൽ ഒരാളിരിപ്പുണ്ട്, അദ്ദേഹം ഇതെല്ലാം കാണും, അതുകൊണ്ട് വളരെ സൂക്ഷിക്കണം എന്നാണ് നമ്മളെപ്പോഴും പറയുന്നത്. പക്ഷെ ഇനി അത് പറയാതെ തിരിച്ചു പറയണം. മുകളിൽ ആളിരിക്കുന്നതല്ല പ്രധാനം, നമ്മുടെ ഉള്ളിൽ തന്നെ ആളിരിക്കുകയാണ്. നമ്മൾ ചിന്തിക്കുന്നതിന് മുമ്പ് തന്നെ ആ ആള് ഇത് മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ട്, നമ്മുടെ ഉള്ളിലെ ഈശ്വരൻ. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അകത്തും പുറത്തും, അതുപോലെ തന്നെ ദൂരെയും അടുത്തും, അജ്ഞാനികൾക്ക് ദൂരെയും ജ്ഞാനികൾക്ക് അടുത്തും ഇരിക്കുന്ന ആ ബ്രഹ്മസ്വരൂപത്തെ അറിയാൻ ജ്ഞാനികൾക്ക് സാധിക്കും. ജ്ഞാനികൾക്ക് അവരുടെ ഉള്ളിലാണ്, അവരുടെ കൈക്കുമ്പിളിലാണ് ഈശ്വരൻ. അവർക്ക് ദൂരേക്കൊന്നും വിസ വാങ്ങിച്ചു പോകണ്ട എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ആ പുരുഷ സൂക്തവുമായിട്ട് ബന്ധിച്ചിട്ടാണ് ഇതിങ്ങനെ ഇത് പോകുന്നത്. വിരാട് പുരുഷൻ, അങ്ങനെ ബ്രഹ്മം, അങ്ങനെ സനാതനമായ ബ്രഹ്മം ഇങ്ങനെ തനിയെ ഇരുന്നപ്പോ വിചാരിച്ചു എനിക്ക് പലതാകണം എന്ന് വിചാരിച്ചപ്പോൾ മായയെ സ്വീകരിച്ച് കാലമാകുന്ന ദേവതയാകുന്ന മായയോട് പറഞ്ഞു, സമയമാകുമ്പോൾ എന്നെ വിളിക്കണമെന്ന് പറഞ്ഞ യോഗനിദ്രയിലാണ്. ആ മായയെ കൂട്ടുപിടിച്ചും കൊണ്ടാണ് ത്രിഗുണങ്ങളെ കൊണ്ടും 24 തത്വങ്ങളെ കൊണ്ടും ഒരു ഹിരണ്യാണ്ഡം ഉണ്ടാക്കിയത്. ആ ഹിരണ്യാണ്ഡത്തിൽ നിന്നുമാണ് വിരാട് പുരുഷൻ ഉണ്ടായത്. വിരാട് എന്ന് പറഞ്ഞാൽ സ്വയം പ്രകാശിക്കുന്നത് എന്നാണ് അർത്ഥം. ആ വിരാട് പുരുഷനാണ് 1000 തലകളും 1000 കണ്ണുകളും 1000 പാദങ്ങളും ഒക്കെയുണ്ട് എന്ന് ഭാഗവതത്തിൽ വർണ്ണിക്കുന്നു. അപ്പൊ ഈ 1000 എന്ന് പറഞ്ഞാൽ അനന്തമായ എന്നാണ് അർത്ഥം. അല്ല 1000 തലകളും കൈകളും കൊണ്ട് നമുക്ക് ഇതിലേക്കൂടെ നടക്കാൻ പറ്റത്തില്ല. ബ്രഹ്മത്തിന്റെ കയ്യും കാലും തട്ടിയിട്ട് നമുക്ക് അതിലേക്ക് നടക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയുണ്ടാവും. അതുകൊണ്ട് അങ്ങനെയല്ല. എന്താണ്? അനന്തതയിലാണ് ഈശ്വരൻ, അനന്തമാണ് ഈശ്വരൻ. ആ അനന്തമായ പവർ എല്ലാത്തിലേക്കും പലതായിട്ട് വിക്ഷേപണം ചെയ്തിട്ട് ഈ ബ്രഹ്മാണ്ടത്തിൽ പലതും ഉണ്ടായിരിക്കുന്നു. അത് ഒരു നിയമത്തിലാണ് പോകുന്നത്. ആ നിയമത്തിനെയാണ് നമ്മൾ ഈശ്വരൻ എന്ന് വിളിക്കുന്നത്. അങ്ങനെ എല്ലാ ഒരു നിയമത്തിൽ പോകുന്ന അല്ലെങ്കിൽ എനർജിയാണ്, കോസ്മിക് എനർജി എന്ന് പറയാം ആ ബ്രഹ്മത്തെ. എത്രയും പറഞ്ഞ സമയമാവുന്നതുകൊണ്ട് ഞാൻ നിർത്തുന്നു, ചുരുക്കി. ഹരിയോം ഹരിയോം. ഹരിയോം അക്ക. ഇന്നത്തെ ഭഗവത്ഗീതയുടെ അധ്യയനം വളരെ ഭംഗിയായിട്ട് പൂർത്തീകരിച്ചിരിക്കുകയാണ്. ഇവിടെ വളരെ ഗഹനമായ ഒരു അധ്യായമാണ് ശരിക്കും ക്ഷേത്രജ്ഞ വിഭാഗം. അത് വളരെ ലളിതമായിട്ടും ഭംഗിയായിട്ടും നമ്മൾക്ക് അറിയാൻ സാധിച്ചു എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. ഇവിടെ ഭക്തിപൂർവം ധ്യാന ശ്ലോകം ചൊല്ലിയ ഓമനക്കുട്ടിയക്ക, ചാൻഡിങ് റിവിഷൻ ചൊല്ലിയ വനജാക്ക, ഗൗരി ദേവിയക്ക, വളരെ സ്ഫുടതയോടെ ശ്ലോകങ്ങൾ ചൊല്ലിക്കൊടുത്ത രമാക്ക, ശ്ലോകങ്ങൾ ചൊല്ലിയ ഓമനാക്ക, അഖിലാക്ക, ഗൗരിയക്ക, വിശദീകരണം വളരെ ലളിതമായും വ്യക്തമായും നമുക്ക് പറഞ്ഞു നൽകിയ ശ്രീജിതക്ക, ഇ വി നായരണ്ണൻ, രാജമ്മ അക്ക, ബാക്കപ്പിനുണ്ടായിരുന്ന സരോജിനി അക്ക, ഇവർക്കെല്ലാവർക്കും സമിതിയുടെ പേരിലും എൻ്റെ സ്വന്തം പേരിലും കൃതജ്ഞത രേഖപ്പെടുത്തി. ഇതോടൊപ്പം ഈ ഗീതാധ്യായനം വളരെ വ്യവസ്ഥിതമായി മുന്നോട്ട് കൊണ്ടുപോകുന്ന സമിതിക്കും ഇതിന്റെ പിന്നണിയിൽ അഹോരാത്രം പ്രയത്നിക്കുന്ന സിന്ധുവക്കും അതുപോലെ സുനൈനാക്കും ഇവിടെ സന്നിഹിതരായിരിക്കുന്ന എല്ലാ യോഗ ബന്ധുക്കളുടെയും പേരിൽ ഞാൻ നന്ദി പറയുന്നു. എനിക്കിവിടെ ആങ്കറിങ്ങിന് ഒരു അവസരം ഒരുക്കിയ സിന്ധുവക്കും സമിതി ഭാരവാഹികൾക്കും കൃതജ്ഞത പറയാൻ ഈ അവസരം വിനിയോഗിക്കട്ടെ. ഇനി ലോക കല്യാണ മന്ത്രം ചൊല്ലാൻ എല്ലാവരും നമസ്കാര സ്ഥിതിയിൽ വരിക. സർവേ ഭവതു സുഖിനഃ, സർവേ സന്തു നിരാമയാഃ, സർവേ ഭദ്രാണി പശ്യന്തു
मा कश्चित् दुःखभाग् भवेत्। ॐ शान्ति शान्ति शान्तिः। हरिः ओम्।